എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഈ അടുത്ത കാലത്തായി പലയിടങ്ങളിൽ വേണ്ടാത്ത സ്ഥലങ്ങളിലൊക്കെ തന്നെ യൂട്യൂബുകാർ തള്ളിക്കയറുന്നു എന്ന പരാതി ഉയരുകയാണ്. നമ്മളെയാണല്ലോ മച്ചമ്പി. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ സൂരജ് പാലാക്കാരൻ, വിവാദ അഭിമുഖങ്ങളുടെ അവതാരകനായ അജിൻ വർഗീസ്, ചെകുത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന യൂട്യൂബർ അജു അലക്സ്. ഫോൺ പൊക്കി പിടിച്ച് നടക്കുന്ന എല്ലാവരും ഓൺലൈൻ മീഡിയക്കാരല്ല. അല്ല. ഒന്ന്, ഈ സലീം കുമാറിന്റെ മരണാനന്തര ചടങ്ങിൽ സംഭവിച്ചൊരു കാര്യം എന്ന് പറയുന്നത് എല്ലാവരും ഓൺലൈൻ മീഡിയക്കാരെ തലക്കടിക്കുന്നുണ്ട്. ഇതില് മുഖ്യമന്ത്രി വി.ഡി. സതീശന് മാല ഇട്ട് കൊടുത്തത് ഓൺലൈൻ മീഡിയക്കാരനാണോ? ദിലീപേട്ടൻ വന്നപ്പോ സെൽഫി എടുത്ത ഓൺലൈൻ മീഡിയക്കാരനാണോ? മകൻ ചന്തു ദേഷ്യപ്പെട്ട് പറയുന്ന ഓൺലൈൻ മീഡിയക്കാരനോടാണോ? സാർ ഉൾപ്പെടെ ചിരിച്ചുകൊണ്ട് എല്ലാവർക്കും കൈ കൊടുത്ത് നടന്നു വരുന്ന ഒരു ദൃശ്യം ഞാൻ കണ്ടു. അത് മാത്രം ചോദിക്കരുത് സാർ, പറയാൻ എനിക്ക് വാക്കുകളില്ല. ശരിക്കും ഇത് റിയാലിറ്റി ഷോ ആണോ, മരണാനന്തര ചടങ്ങാണോ? ചന്ദ്ര, എന്തോ ചെലപ്പോ തോന്നും നീ ഒരു കോമാളിയാന്ന്, ചെലപ്പോ തോന്നും നീ വലിയൊരാളാന്ന്. ഓഹോ, സത്യത്തില് നീ ആരാ? പിന്നെ ഈ നടിമാരുണ്ടല്ലോ, നടിമാര് പേഴ്സണലി ഈ പറയുന്ന പ്രമുഖ നടിമാര് ഓൺലൈൻ മീഡിയയിൽ ഓരോരുത്തരെ വിളിച്ചിട്ട് ഞങ്ങൾ ഇത്ര മണിക്ക് വൈറ്റില ബസ് സ്റ്റാൻഡിൽ വരും, 11:30 ലുലുമാളി വരും എന്ന് പറഞ്ഞു പോകുന്നവരെ എനിക്കറിയാം. നേരത്തെ ഇത് മുൻകൂട്ടി സാർ, നേരത്തെ ഇത് മുൻകൂട്ടി അറിയാൻ ഓൺലൈൻ മീഡിയക്കാരനെ കണിയന്മാരാണോ? കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാണല്ലോ ഈ ഓൺലൈൻ മീഡിയക്കാർ ഇടിച്ചു കയറി ചെല്ലുന്നത്. എത്ര ന്യൂസ് 24 ന്യൂസിൽ ഒരാളുടെ മൈക്കൈഡി മോഹൻലാലിന്റെ കണ്ണി കുത്തിയോ? മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഞാൻ ഇനി ഒരു കാര്യം പറയാം, ഒരു കാര്യം കൂടെ പറയാം. ഇതിപ്പോ എന്റെ വീട്ടിൽ മരിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത പോലെ ഉള്ളൂ. ചന്തു ചെയ്തത് ശരിയായിട്ടില്ല. ചന്തു അങ്ങനെ നേരത്തെ നിനക്കതൊക്കെ എങ്ങനെ സാധിക്കും? ചന്തുവോ സലീം കുമാറോ ആരും ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളവരല്ലെന്നേ. അതല്ല ഞാൻ പറഞ്ഞ ചന്തു എന്തിനു റിയാക്ട് ചെയ്യണം? ചുമ്മാ കാണാൻ പറഞ്ഞു. അജു പറഞ്ഞ കാര്യമുണ്ട്. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്റെ അപ്പനും അമ്മയും നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്, എന്റെ കുടുംബക്കാരെ സ്നേഹിക്കുന്നുണ്ട്, എനിക്ക് വേണ്ടപ്പെട്ടവരെ എനിക്ക് ഇഷ്ടമാണ്. അതുപോലെ ഈ പുള്ളിക്ക് അവസ്ഥ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ അപ്പൻ ചത്താലും കുഴപ്പമില്ല, അമ്മ ചത്താലും പറഞ്ഞാൽ വന്നാ വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞ് എനിക്ക് ഒരു പ്രശ്നമില്ല. ഫീലിംഗിലാണ് കാര്യം, നമ്മുടെ കോമൺ സെൻസ്. വീട്ടിൽ ഒരാൾ മരിച്ചു കിടക്കുമ്പോ ക്യാമറ ആയിട്ട് വരുന്നപ്പോ ആര് പറയും? അവിടെ ആര് പറയും? നേർക്ക് നേരെ ഇരുന്ന് കള്ളം പറയുന്നു. തങ്കൻ അറിയോ? തങ്കൻ ചേർന്നാ ഞങ്ങളെ തങ്കൻ ഞാനാടാ. റിലാക്സ് ആണ്, ഞാൻ പറഞ്ഞിട്ടില്ലാത്ത കാര്യം ഇവൻ പറഞ്ഞു. ഗുഡ് ബൈ.